ഇന്നൊരു ബേക്കിംഗ് ഡേ ആണ്. ഇതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. 3 ടെമ്പറേച്ചറിൽ ഇട്ടിട്ടാണ് ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാരും ട്രൈ ചെയ്യണം. സ്പൂൺ ഇട്ടിട്ടില്ല. അവര് നമ്മളിങ്ങനെ ആ സൗണ്ട് കേൾപ്പിക്കും. ജാപ്പനീസ് സൂഫ്ലേ ചീസ് കേക്ക്. ഇനിയാണ് പരിപാടി മുഴുവനും കിടക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഇന്നൊരു ബേക്കിംഗ് ഡേ ആണ്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അല്ല, എന്നാലും കുറച്ച് കാലം മുന്നേ ആയിരുന്നു. അന്ന് ഞാൻ ഈ ചാനലൊന്നും തുടങ്ങാത്തതുകൊണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇപ്പോഴാണല്ലോ തുടങ്ങിയേക്കണം, എന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജാപ്പനീസ് സൂഫ്ലേ ചീസ് കേക്ക്, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാനിത് അവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. 120 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് പാലും ക്രീം ചീസും ബട്ടറും കൂടി ഒന്ന് ബോയിലാവണ്ട, ഞാൻ ഡബിൾ ബോയിലാണ് ചെയ്യണത്. അതിൽ ഈ 3 എണ്ണം കൂടി നന്നായി മെൽറ്റ് ആവണ വരെ ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ ഞാൻ എടുക്കണത് ഇത് 60 ഗ്രാം മിൽക്ക്, ഇത് 140 ഗ്രാം ക്രീം ചീസ്, 40 ഗ്രാം ബട്ടർ. ഇത്രയും നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ തിളയ്ക്കരുത്, ചൂടായാൽ മതി. ആ ചൂടിൽ അത് മിക്സ് ആവണം, തിളയ്ക്കാൻ പാടില്ല അത്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറയണ്ടെങ്കിലും ഇതിന്റെ പുറമെ വേറൊരു സത്യം, ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കണം. അത് കാരണം ഇത് സക്സസ് ആവുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഞാൻ പറയാം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതുപോലെ ഇത് നല്ല മിക്സ് ആയി വരണം. ഇതിപ്പോ സെപ്പറേറ്റ് ചെയ്ത് കിടക്കണ പോലെ തോന്നണില്ലല്ലോ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നല്ല ചൂടായി വന്നപ്പോൾ എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ മൈദയും മുട്ടയൊക്കെ ആഡ് ചെയ്യാൻ പോണത്. അപ്പം ഇനി അത് ചെയ്യാം. മൈദ 50 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കോൺസ്റ്റാർച്ച് അത് ഒരു 15 ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് രണ്ടും ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യാം. അതിന് ശേഷം ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ യോക്ക് മാത്രം വേറെയിലേക്കും വൈറ്റ് വേറെയിലേക്കുമാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടോ അങ്ങനെ 5 എണ്ണത്തിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ എഗ് വൈറ്റ് അടിച്ച് നല്ല കട്ടിയായിട്ട് വരണം. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം എത്രത്തോളം അത് വരണം എന്നുള്ളത്. അപ്പം എഗ് വൈറ്റ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 100 ഗ്രാം ഷുഗറാണ്. അത് ഇതിനകത്തേക്ക് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുക, അടിച്ച് നല്ല കട്ടിയാക്കി എടുക്കുക. അപ്പം അത് ചെയ്യാം അടുത്തത് നമുക്ക്. ഞാൻ കണ്ട വീഡിയോയിൽ എഗ്ഗിൻ്റെ വൈറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നതാണ് കണ്ടത്. അപ്പം അതുപോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ദേ ഒന്ന് ക്ലോസപ്പിൽ കണ്ടോ, ദേ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് അത് ആഡ് ചെയ്ത് ഇളക്കി രണ്ടും കൂടി ഒരു ഇതിലാക്കിയിട്ട് നമ്മൾ ട്രേയിലേക്ക് മാറ്റും. എന്നിട്ടാണ് ബാക്കി പരിപാടി. അത് കാണാം. മാതുക്കുട്ടിന് ബ്രെഡ്സല്ലേ തരാട്ടോ അമ്മ. തരാം തരാം തരാം. അപ്പം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ട്രേയിലേക്ക് ഒഴിക്കാം. ഇനിയാണ് പരിപാടി മുഴുവനും കിടക്കുന്നത്. നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒരു ടെമ്പറേച്ചറിൽ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല കേട്ടോ, 3 ടെമ്പറേച്ചറിൽ ഇട്ടിട്ടാണ് ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നാണ് ഞാൻ കണ്ടത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയാവൂല്ലോ എന്ന്. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ചെയ്ത പ്രോസസ്സ് പോലെ ട്രേയിൽ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് ഈ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ട്രേ അതിനകത്തേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ടാണ് അവനിലേക്ക് കയറ്റണത്. അപ്പോൾ ഇനി കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതെടുത്ത് ഇതിൽ വെച്ചിട്ട് 120 ഡിഗ്രിയിൽ ഞാൻ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ 120 ഡിഗ്രിയിൽ തന്നെ ഒരു 20 മിനിറ്റ് മാതുക്കിട്ട പ്ലീസ് ഒന്ന് പറഞ്ഞോട്ടെ. 120 ഡിഗ്രിയിൽ 20 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം.
ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. 120 ഡിഗ്രിയിലുള്ള ടെമ്പറേച്ചറുള്ള ബേക്കിംഗ് കഴിഞ്ഞു. 150 ഡിഗ്രിയിലേക്കാണ് ഇനി അടുത്ത് നമ്മൾ കൂട്ടി വെച്ചേക്കണത്. 120 ഡിഗ്രിയിലുള്ള ബേക്കിംഗ് കഴിഞ്ഞു. 120 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്കിംഗ് കഴിഞ്ഞ് നമ്മളത് കൂട്ടി 150 ഡിഗ്രിയിലേക്ക് ആക്കി. ഇനി ഒരു 15 മിനിറ്റ് അത് കഴിയുമ്പോൾ അടുത്ത ടെമ്പറേച്ചറിലേക്ക് അപ്പോൾ കാണാം. ഇതിപ്പോൾ നമ്മൾ കേക്കിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. 120 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് കഴിഞ്ഞു. 150 ഡിഗ്രിയിൽ നമ്മളൊരു 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് 100 ഡിഗ്രിയിൽ നമുക്ക് 40 മിനിറ്റ്സ് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ 150 ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് കയ്യിലെണ്ണ 1 2 3 എന്നുള്ളത് കയ്യിലൊന്ന് എണ്ണ 10 സെക്കൻഡ്. അഗൈൻ അവൻ്റെ ഡോർ ക്ലോസ് ചെയ്യുക, 100 ഡിഗ്രിയിൽ വയ്ക്കുക, 40 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ളത് കാണാം. മാധുക്കുട്ട, ഇതെന്ത് സാധന? ഇതെന്ത് സാധന? ബ്രെഡ്സെൽ. ബ്രെഡ്സെൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 ടെമ്പറേച്ചറിലും കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തുറന്നു നോക്കാന്നുള്ള ചടങ്ങാണ്. എന്താവുന്ന എനിക്ക് അറിവിടാട്ടാ. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് തുറന്നു നോക്കണു, അകത്തെ സംഭവം എങ്ങനെയാണോ പുറത്തേക്ക് എടുക്കണില്ല. ഒരു 10 മിനിറ്റ് കൂടി അടച്ച് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അതിനുശേഷമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കണത്. സ്മെല്ലൊക്കെ നല്ലതാ. കണ്ടിട്ടും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. മുകളിലൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. നോക്കാം, നമുക്കൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കാം. അമ്മ, കേക്ക് റെഡി ആയോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊരു കേക്ക് വേണോ? കേക്ക് പറഞ്ഞേ. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്താവുന്ന എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. എന്റെ ജാപ്പനീസ് ദൈവങ്ങളെ രക്ഷിച്ചേക്കണേ. കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നണു. നോക്കാം, നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഞാൻ പുറത്തെടുത്തുണ്ട്, തണുക്കാൻ വച്ചിട്ടുണ്ട്. കണ്ടിട്ട് തട്ടി നോക്കുമ്പോ ഇത് നോക്കി, ജിഗ്ലി 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 നന്നായിട്ട് കിടന്ന് ഇളകണൊക്കെ ഉണ്ട്. ഇനി ഇത് ഇന്നൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തട്ടി നോക്കാം ശരിയായിട്ടുണ്ടോന്ന്. ആ, സംഭവം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ലുക്കിൽ വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ഡെക്കറേഷൻ ഞാൻ ആദ്യത്തെ ചീസ് കേക്കിൽ പറഞ്ഞ പോലെ നിന്നായിരുന്നു. ഡെക്കറേഷൻ മുഖ്യം വെക്കില്ലേ. ഓ, അത് നല്ല സ്പഞ്ചിന്റെ മീതെ ഈ സ്ട്രോബെറി വരുമ്പോ കാണാൻ നല്ല ലുക്ക് എപ്പോഴും. കട്ട് ചെയ്യാം. അകത്ത് ചികിലിയാണോന്ന് അറിയണ്ടേ. ഓ, കത്തി വയ്ക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓ, ഭയങ്കര സോഫ്റ്റാ. ദൈവമേ, ടേസ്റ്റ് ഇതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു. ഓഹോ, കാണാൻ വേണ്ടിക്കാണ്ട. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവാണ്. ഓ, എന്ത് സോഫ്റ്റാ. നല്ല മധുരമാണോ? സൂപ്പർ. ഞാനൊന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ. ഈ പറഞ്ഞ ഹൈപ്പിനൊക്കെ ഉള്ള സാധനം ഉണ്ടോന്ന് നോക്കണല്ലോ. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റാ. സാധാരണ വാനില സ്പഞ്ച് പോലെ ഒന്നുമല്ല, ഇതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. സ്പൂൺ ഇട്ടിട്ടില്ല. ഓവർ മധുരമില്ല, കറക്റ്റ് പാകമാണ് മധുരം. ആ ക്രീം ചീസിന്റെ ഒക്കെ ടേസ്റ്റ്
സൂപ്പറാണ്. ഞാൻ ഇതിനകത്ത് വാനില എസൻസ് ചേർത്തിട്ടുണ്ടായില്ല. തരാം. അപ്പൊ ആ വാനില എസൻസ് ചേർക്കാണ്ടായി മനസ്സിൽ ചേട്ടനും കൊടുത്തോളാം. ഞാൻ വിചാരിച്ചത് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് വേറൊരു രീതിയിലേക്ക് പോവും, മുട്ടയുടെ ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ചിന്ത വരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ കേക്കാണ്. ഞാൻ ആ വീഡിയോസ് ഒക്കെ കണ്ട സമയത്ത് അവർ ആ കേക്ക് കട്ട് ചെയ്ത് അവർ നമ്മളിങ്ങനെ ആ സൗണ്ട് കേൾപ്പിക്കും. ഒരു സൗണ്ട് കേൾക്കും അതിങ്ങനെ പൊട്ടുമ്പോ. ആ സൗണ്ട് നമ്മുടെ കയ്യിലും കൂടി വരുമോ നോക്കാം. അത് അവരെ എടുത്ത് കാണിക്കണ്ടായിരുന്നു ആ സൗണ്ട്. എല്ലാവരും സൗണ്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിത് രണ്ടാമത് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ഇത്തിരി സൗണ്ട് കൂടുതലാണെന്ന് തോന്നി. അത് മൈക്കിൻ്റെ ഇതിൽ പിടിച്ചാണ് കേട്ടോ. അത്രയും സൗണ്ട് കേൾക്കില്ലെങ്കിലും ഇതിനൊരു പ്രത്യേക സൗണ്ട് വരും ഇത് പൊളിച്ച് കഴിയുമ്പോൾ. അതെല്ലാ വീഡിയോസിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു കേക്കിൻ്റെ വീഡിയോ, അതുപോലെ നല്ലൊരു ട്രാവലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.